നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 എടവമാസം 20-ാം തീയതി, അതായത് 2025 ജൂൺ മാസം 3-ാം തീയതി ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ചത്തെ സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ 6:05, അസ്തമയം വൈകിട്ട് 6:21. നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു. തിഥി നാളെ വളരെ ദുർബലമാണ്. അഷ്ടമി ഒരു ഒഴിഞ്ഞ രിക്താതിഥിയാണ്. ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാറില്ല. നാളെ ചൊവ്വാഴ്ചയാണ്. ദിനം ശുഭമല്ല. തിഥി അഷ്ടമി തിഥിയാണ്, ശുഭമല്ല. നക്ഷത്രമാണെങ്കിലോ പൂരം നക്ഷത്രം. മുപ്പൂരം എന്നാണ് പറയുക. പൂരം, പുരാടം, പുരൂരിട്ടാതി. ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാറില്ല. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട ഇവ 7 നാൾ. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം, പൂരാടം, പൂരൂരുട്ടാതി, തൃക്കേട്ട. ഈ 7 നാളുകൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യാത്ര പോയാൽ തിരിച്ചു വരില്ല, വിത്തിട്ടാൽ പൊടിക്കില്ല. അതിനാൽ നാളെ ഒരു ശുഭകാര്യങ്ങൾക്കും നാളത്തെ ദിനം അഭികാമ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ശുഭകാര്യത്തിന് നാളത്തെ ദിവസം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നാളെ നിങ്ങൾക്ക് ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രമാകുന്നു പൂരം നക്ഷത്രം. ഭരണിപൂരം, പൂരാടം. ദേവിയെ പ്രതിദാനം ചെയ്യുന്നു. നാളത്തെ ദിനം ചൊവ്വാഴ്ചയാണ്. അതിനാൽ നാളെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. ശാരീരിക ക്ലേശമുള്ളവർക്ക് നാളെ ദേഹമുട്ടി ചെയ്യാം നാളികേരം കൊണ്ട്. കർമ്മ മേഖലയിൽ പ്രതിസന്ധിയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് നാളെ കർമ്മമുട്ടി ചെയ്യാം നാളികേരം കൊണ്ട്. ശത്രുസംഹാര കുരുത്തി ചെയ്യാം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച. വളരെ ഗുണകരമായി തീരും. ഭദ്രകാളി മന്ത്രം നിങ്ങൾ ജപിക്കണം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഈ മന്ത്രം 18 തവണ ജപിക്കുക. വളരെ വൈബ്രേഷൻ വരും ശരീരത്തിന്. രക്തപുഷ്പാഞ്ജലി, കടുംപായസം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നാളത്തെ ദിനം കാളി മന്ത്രത്താൽ തന്നെ മുഖരിതമാകട്ടെ. ഓം കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുല ധർമ്മം ച മാം ച പാലയ പാലയ. ഇതാകുന്നു ഭദ്രകാളിയുടെ അതിശക്തമായ ശ്ലോകം. ഇതൊക്കെ ചൊല്ലി നാളത്തെ ദിനത്തെ ധന്യമാക്കുക. വിശേഷിച്ച് യാത്ര പുറപ്പെടുവാനും വാഹനങ്ങൾ മൂലമുള്ള സഞ്ചാരത്തിലൂടെ വരുന്ന ബുദ്ധിമുട്ടുകളും നാളത്തെ ദിനം സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.